അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദു വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خذ من أموالهم صدقة تطهرهم وتزكيهم بها وصل عليهم إن صلاتك سكن لهم والله سميع عليم. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 4 ഖുത്ബകളിലായി പലിശയും അതിൻ്റെ കെടുതികളും ബാങ്കും അത് സമൂഹത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളും സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുകയുണ്ടായി. ഇസ്ലാമിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അനിവാര്യമായും പ്രതിപാദിക്കേണ്ടതാണ് ഇസ്ലാമിലെ സദഖ സക്കാത്ത് സംവിധാനങ്ങളെ സംബന്ധിച്ച്. പലപ്പോഴും ഇത് മുഖ്യധാര മതസമൂഹം വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ഇത് ഖുർആനികമായ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ വിധത്തിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. ഇസ്ലാം കാര്യമഞ്ചാണ് എന്ന് പഠിപ്പിക്കുന്ന പാരമ്പര്യ മതം അതിൽ 3-ാമത്തത് മുതലിനടുത്ത സക്കാത്താണ് എന്ന് ചൊല്ലിപ്പാടി പഠിപ്പിക്കും. ഇസ്ലാം കാര്യം 5ആണോ അതിൽ കൂടുതലാണോ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും 5 ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് 3-ാമത്തത് സക്കാത്താണ് എന്ന് പഠിപ്പിക്കും. എന്നാൽ ആ സക്കാത്തിനെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിൽ ചർച്ച ചെയ്യുന്നത് അങ്ങനെ നമുക്ക് കേൾക്കാൻ സാധ്യമല്ല. ഇപ്പോൾ റമദാൻ മാസം വരികയാണ്. ഏതാണ്ട് 10-25 ദിവസം കഴിഞ്ഞാൽ റമദാൻ സ്റ്റാർട്ട് ചെയ്യും. ഈ റമദാനിൽ 30 ദിവസവും മിക്ക പള്ളികളിലും പ്രഭാഷണങ്ങളുണ്ടാകും. അതും 2-3 നേരം വെച്ച്. ളുഹറിൻ്റെ ശേഷം ഉണ്ടാകും, അസറിന് ശേഷം ഉണ്ടാകും, തറാവീഹിന് ശേഷം ഉണ്ടാകും. ചില പള്ളികളിൽ സുബ്ഹിക്ക് ശേഷവും ഒരു നസീഹത്ത് ക്ലാസ് ഉണ്ടാകും. ഈ പ്രഭാഷണങ്ങളിൽ ഏറിയ കൂറും കവർന്നെടുക്കുന്നത് പരലോകം, മരണം, ഖബർ, സ്വർഗം, നരകം, ഹൂറുല്യങ്ങൾ എന്നിങ്ങനെ തുടങ്ങിയ വിഷയങ്ങളായിരിക്കും. അല്ലെങ്കിൽ നിസ്കാരം, അതിൻ്റെ ഫദ്ല്, നോമ്പ്, അതിൻ്റെ കാര്യങ്ങൾ, ബദർ, ഇതൊക്കെയാണ് അതിൻ്റെ വിഷയത്തിൻ്റെ ക്രമം. അതിലേതെങ്കിലും ഒരു ദിവസം, മിക്കവാറും റമദാൻ 27 ആകാറാകുമ്പോൾ ലൈലത്തുൽ ഖദറിനോട് അനുബന്ധിച്ച് ഒരു വിഷയം വെക്കും, സക്കാത്ത്. ഇതാണ് സക്കാത്തിന് നൽകുന്ന ഒരു സ്ഥാനം. നമ്മുടെ നാടുകളിലൊക്കെ നടക്കാറുള്ള പാതിരാ വാഴ് എന്ന വാഴ് പരമ്പരകൾ ശ്രദ്ധിക്കുക. ആ വാഴ് പരമ്പരകളിൽ വിഷയം ക്രമീകരിക്കുന്നിടത്ത് മണവാട്ടിയും മണവാളനും എന്ന് തുടങ്ങിയ പൈങ്കിളി വിഷയങ്ങളൊക്കെ ധാരാളമായി ഉൾപ്പെടുത്തുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും സക്കാത്തിനെക്കുറിച്ച് നീട്ടിപ്പരത്തി വാഴ് പറയുകയും അത് കൊടുക്കാതിരുന്നാലുള്ള കെടുതികളെക്കുറിച്ചും അതിൻ്റെ ശിക്ഷയെക്കുറിച്ചും പറയുകയും ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ കഴിയില്ല. അത് മരിക്കണ്ടേ പെണ്ണിൻ്റെ തലമുടി, ഇതൊക്കെയാണ് വിഷയം. ഇതിനപ്പുറത്ത് മുതലാളിമാരെ ബാധിക്കുന്ന, തങ്ങളെ തീറ്റിപ്പോറ്റുന്ന അന്നാട്ടിലെ കുബേരന്മാരെ ബാധിക്കുന്ന വിധത്തിൽ സക്കാത്ത് സംവിധാനം പറഞ്ഞാൽ അടുത്ത വർഷം മുതൽ തന്നെ വാളിന് വിളിക്കില്ല എന്ന് പോകുന്ന മുസ്ലിയാർക്കും അറിയാം. അത് പറഞ്ഞാൽ തങ്ങൾക്ക് അടുത്ത വർഷം മുതൽ ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ പറ്റില്ല എന്ന് ഈ കുബേരന്മാർക്കും അറിയാം. എന്നുള്ളത് കൊണ്ട് ഇവർ രണ്ടുപേരുമുള്ളൊരു പരസ്പര സഹകരണ സംഘം എന്ന നിലക്ക് സക്കാത്ത് സദഖ സംവിധാനങ്ങളെക്കുറിച്ച് പറയാറില്ല എന്നുള്ളതാണ് വസ്തുത. യഥാർത്ഥത്തിൽ എന്താണ് സക്കാത്ത്, എന്താണ് സദഖ? ഈ സക്കാത്ത്, സദഖ എന്ന് പറയുന്ന സംജ്ഞകൾ പരസ്പരം മാറ്റിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊരു ഒരു വിഷയമാണ്. പക്ഷേ അതിപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ ഇന്നത്തെ ഈ ജുമുഅയുടെ വിഷയത്തിൻ്റെ മുന തിരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണത്. ആവശ്യമില്ലാത്ത ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് ഉയരാതിരിക്കുന്നതിന് വേണ്ടിയാണത്. അത് അക്കാദമികമായൊരു സംഗതിയായതുകൊണ്ട് ആ അർത്ഥത്തിൽ പഠിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ധാർമ്മികമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ ആണിക്കല്ലെന്ന് പറയുന്നത് സദഖയാണ്.
അഥവാ നമ്മൾ പറയുന്ന സക്കാത്താണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തികമായ ഒരു സംവിധാനം പണിതെടുക്കേണ്ടത് എന്ന് ഖുർആൻ സിദ്ധാന്തിക്കുന്നു. ഖുർആൻ പറയുന്നു, യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. സൂറ അൽ-ബഖറയിൽ പലിശാധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥയെ അള്ളാഹു താഴ്ത്തിക്കൊണ്ടേയിരിക്കും. ആ സമൂഹം അധപ്പതിക്കും. അവർക്ക് വളർച്ചയുണ്ടാകില്ല, അവർക്ക് ഉയർച്ചയുണ്ടാകില്ല. അവരിൽ ദാരിദ്ര്യം വന്നു ഭവിക്കുകയും അങ്ങനെ സമൂഹം ഒരുതരം അരാജകത്വത്തിലേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്യും. യംഹഖുല്ലാഹു റിബ, ആ വാക്കിൻ്റെ റൂട്ട് പരിശോധിച്ചാൽ നമുക്കറിയാം ഒരുതരം ശാപഗ്രസ്തമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞു, പിശാച് ബാധയേറ്റവരെ പോലെയാണ് പലിശ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക സംവിധാനത്തിൽ ജീവിക്കുന്ന ആളുകൾ എത്തിപ്പെടുക. കാരണം അവർക്കൊരിക്കലും ഉന്നമനമുണ്ടാവില്ല, ഉയർച്ചയുണ്ടാവില്ല. എന്നിട്ട് ഖുർആൻ പറയുന്നു, അതിന് പകരം ഖുർആനിൻ്റെ ഒരു പൊതുശൈലി എന്ന് പറയുന്നത് ഏതൊരു കാര്യമാണോ നിരോധിക്കുന്നത് അതിന് പകരമായ ഒരു സംവിധാനം പറയും. ചെയ്യരുത് എന്ന് പറഞ്ഞ് ശൂന്യതയിൽ വിടുകയില്ല, മറിച്ച് ഇന്നത് ചെയ്യണം എന്ന് അതിനൊരു ബദൽ നിർവചിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ പലിശയിലധിഷ്ഠിതമായ ഒരു സാമ്പത്തിക സമൂഹത്തിന് പകരം മറ്റെന്തുണ്ടാകണം? വയുർബി സദഖാത്ത്, സ്വതക്കയിലധിഷ്ഠിതമായ ഒരു സാമൂഹ്യ സംവിധാനം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സംവിധാനം ഉയർന്നു വരണം. എന്താണ് സദഖ എന്ന് പറയുന്നത്? സദഖ എന്ന് പറയുന്നത് ദാനമല്ല. അങ്ങനെയാണ് പുരോഹിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. സദഖ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഔദാര്യപൂർവ്വം നമ്മൾ നീട്ടിക്കൊടുക്കുന്ന ഭിക്ഷയുടെ പേരല്ല സദഖ, മറിച്ച് സദഖ എന്ന് പറയുന്നത് നിർബന്ധദാനമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സദഖയും സക്കാത്തും തമ്മിലുള്ള അട്ടിമറി. സദഖ എന്ന് പറഞ്ഞാൽ മുതലാളിമാർ, പ്രമാണിമാർ തങ്ങളുടെ ഔദാര്യപൂർവ്വം മറ്റുള്ളവർക്ക് നൽകുന്ന എന്തോ ഒരു ഔദാര്യത്തിൻ്റെ, തങ്ങളുടെ ഒരു പാരിതോഷികത്തിൻ്റെ പേരല്ല, മറിച്ച് സദഖ എന്ന് പറയുന്നത് നിർബന്ധദാനമാണ്. എന്താണ് നിർബന്ധദാനം എന്ന് പറയുന്നത്? തൻ്റെ സ്വത്ത് തൻ്റേതല്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സിദ്ധാന്തമാണത്. അൽ മാലു മാലുള്ള, ഇത് ഇസ്ലാമിൻ്റെ ഖുർആനിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്. അൽ മാലു മാലുള്ള, സ്വത്ത് അള്ളാഹുവിൻ്റെതാണ്, ഞാനിതിൻ്റെ കൈകാര്യകർത്താവ് മാത്രമാണ്. ഇത് ഏതോ ഒരിടവേളയിൽ എന്നിലേക്ക് എത്തിച്ചേർന്നതാണ്. ആലോചിച്ചാൽ നമുക്കറിയാം, നമ്മളിന്ന് നമ്മുടെ കൈവശം വെക്കുന്ന ഭൂമി ഒരു 50 കൊല്ലം മുമ്പ് നമ്മുടേതായിരുന്നില്ല, അത് മറ്റാരുടേതോ ആയിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ഉപ്പയുടെ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയുടെ, അല്ലെങ്കിൽ മറ്റേതോ മനുഷ്യൻ്റെ, അയാളിൽ നിന്ന് നമ്മൾ വില കൊടുത്തു വാങ്ങി. അത് ഇപ്പോൾ നമ്മുടെ പേരിൽ എഴുതി വച്ചിരിക്കുന്നു. ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ ഇത് മറ്റൊരാളുടെ പേരിലാകും. ഒരുപക്ഷെ നമ്മുടെ മക്കളുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേതോ നമുക്കറിയാത്ത അന്യരായ മറ്റേതോ ഒരു വ്യക്തിയുടെ കയ്യിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ നീണ്ടുപോകുന്ന സഹസ്രാബ്ദങ്ങൾക്ക് ഇടയിൽ ഏതോ ഒരു 100 വർഷം അല്ലെങ്കിൽ ഏതോ ഒരു 50 വർഷം നമ്മുടെ പേരിൽ ഒരു കടലാസ് ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശം എനിക്കാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഒരു കടലാസ്, നമ്മുടെ ഉടമസ്ഥാവകാശത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കടലാസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ഭൂമിയുമായി നമ്മുടെ ബന്ധം അതുമാത്രമാണ്. അതെന്താണ്? ഈ ഭൂമി നമ്മുടെ പേരിൽ ചാർത്തിത്തരുന്നതിന് ഏതോ ഒരു രജിസ്ട്രാ ഓഫീസിൽ റെക്കോർഡ് ചെയ്ത ഒരു കടലാസ്. ഇതിൻ്റെ ഉടമസ്ഥത ആർക്കാണ്? ലക്ഷക്കണക്കിന് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമി സൃഷ്ടിച്ച, സംവിധാനിച്ച സൃഷ്ടാവിൻ്റെതാണിത്. ആ സൃഷ്ടാവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു ഈ ഭൂമി, ഈ സ്വത്ത്, ഈ പണം, ഇത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ കൈകാര്യകർത്താവാണ് നമ്മൾ. അതുകൊണ്ട് അതിൻ്റെ സാക്ഷാൽ ഉടമസ്ഥൻ എന്ത് പറയുന്നുവോ അപ്പടി നീങ്ങലാണ് നമ്മുടെ ധർമ്മം. അവൻ പറയുന്നു, നിങ്ങളുടെ സ്വത്തിൽ മറ്റുള്ളവർക്ക് അവകാശമുണ്ട്. ഹഖ്ഉൻ ലിസ്സാഇലി വൽ മഹ്റൂം, മറ്റുള്ളവർക്ക് അവകാശമുണ്ട്. ആ അവകാശം നമ്മൾ വകവെച്ച് കൊടുക്കണം. അതെങ്ങനെ വകവെച്ച് കൊടുക്കണം? നിർബന്ധമായി നമ്മുടെ ബാധ്യതയാണ് എന്ന നിലയ്ക്ക് വകവെച്ച് കൊടുക്കണം, അല്ലാതെ ഔദാര്യം എന്നുള്ള നിലയ്ക്കല്ല. അത് എത്ര വകവെച്ച് കൊടുക്കണം? അവിടെയാണ് പ്രശ്നം. നമ്മൾ പറയുന്നു 2.5%. ആരാണ് ഈ ശതമാനക്കണക്ക് കണ്ടുപിടിച്ചത്? ഖുർആനിൽ ശതമാനക്കണക്കില്ല. എന്താണോ ആവശ്യമുള്ളതനുസരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതിനൊരു ശതമാനവും നോക്കേണ്ടതില്ല. 2.5% എന്ന് പറയുന്നത് പണ്ഡിതന്മാരുടെ ഗവേഷണ ഫലമായി പിൽക്കാലത്ത് കണ്ടെത്തിയിട്ടുള്ള ഒരു കണ്ടെത്തൽ മാത്രമാണ്. അത് വേണമെങ്കിൽ അടിസ്ഥാനമായി സ്വീകരിക്കാം. അത് ഏറ്റവും മിനിമത്തിൽ അതാണ് എന്ന് പറയാം. അത് കൊടുക്കണം. അതെങ്ങനെ കൊടുക്കണം? ഇവിടെയാണ് ഏറെ തെറ്റിദ്ധരിപ്പിക്കൽ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനകളുണ്ട്. ഈ സംഘടനകളൊക്കെയും അവരവർക്കൊരു സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മോഡേൺ, ആധുനിക, പുരോഗമന പ്രസ്ഥാനങ്ങളെന്നൊക്കെ പറഞ്ഞു വരുന്ന വിവിധങ്ങളായ സംഘടനകളും പ്രസ്ഥാനങ്ങളും സക്കാത്ത് കമ്മിറ്റികളുണ്ടാക്കി. എന്നിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. എന്ത്? നിങ്ങൾ സ്വന്തം കൊടുത്താൽ പറ്റൂല, നിങ്ങൾ ഈ സക്കാത്ത് കമ്മിറ്റിയിലേക്ക് കൊടുക്കണം. അങ്ങനെ പാവപ്പെട്ട മനുഷ്യന്മാരൊക്കെ കൂടി സക്കാത്ത് കമ്മിറ്റിയിലേക്ക് അവരുടെ സക്കാത്തിൻ്റെ സദഖയുടെ ഫണ്ട് കൊടുക്കാൻ തുടങ്ങി.
എന്നിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഓരോ സക്കാത്ത് കമ്മിറ്റികളും സംഘടനയായിട്ടും സംഘടനയല്ലാതെയും ഓരോ സിറ്റിയിലും വ്യത്യസ്തങ്ങളായ സക്കാത്ത് കമ്മിറ്റികൾ. എന്നിട്ട് ഈ സക്കാത്ത് കമ്മിറ്റികളൊക്കെ കൂടി സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് ആളുകളിൽ നിന്ന് കാശ് വാങ്ങും. ആർക്ക് അവകാശപ്പെട്ടതാ? ഈ കൊടുക്കുന്ന മനുഷ്യൻ്റെ കുടുംബക്കാർക്ക്, ഈ കൊടുക്കുന്ന മനുഷ്യൻ്റെ അയൽവാസികൾക്ക്, ഈ കൊടുക്കുന്ന മനുഷ്യൻ്റെ പ്രദേശത്തുകാർക്ക് അവകാശപ്പെട്ട സംഖ്യ ഈ സംഘടനകൾ ഇങ്ങനെ ഊറ്റിയെടുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ ചെയ്യുന്നത് അവരുടെ അടുക്കലേക്ക് അപേക്ഷയുമായി ചെല്ലുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകർ അവർക്ക് ഇത് കുറച്ചിങ്ങനെ വീതിച്ചു കൊടുക്കും. ആവശ്യം തികയുന്ന വിധത്തിലല്ല. ഒരു സംഘടനയുടെ സക്കാത്ത് കമ്മിറ്റിയുടെ വർഷാന്ത കണക്ക് അവരുടെ വാരികയിൽ പ്രസിദ്ധീകരിച്ചു വരും. ആ വാരികയിൽ പ്രസിദ്ധീകരിച്ചു വരുന്നിടത്ത് നമുക്ക് നോക്കിയാൽ കാണാം, വീട് വെക്കാനുള്ള സഹായം 10,000 വീട് എത്രയാണ് കൊടുത്തത്? 10 ലക്ഷം രൂപ, അല്ലെങ്കിൽ 25 ലക്ഷം, 50 ലക്ഷം എന്ന് വെച്ചാൽ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവൻ 10,000 കൊടുക്കും. എന്നിട്ട് പറയും, ഇന്ന ആൾക്ക് ഞാൻ വീട് വെക്കാൻ ഞങ്ങൾ സക്കാത്ത് കൊടുത്തു. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ആവശ്യക്കാരനെ വീണ്ടും വീണ്ടും ആവശ്യത്തിലേക്കും കടത്തിലേക്കും തള്ളിവിടുന്ന ഏർപ്പാടിൻ്റെ പേരാണോ സക്കാത്ത്? ഈ സംഘടനക്കാരൊക്കെ ചെയ്യുന്നത് അതാണ്. സാധാരണക്കാരിൽ നിന്ന് വാങ്ങി എന്നിട്ട് ഇവരുടെ സംഘടനാ പ്രവർത്തനങ്ങളുടെ മികവ് പറയുന്നതിന് വേണ്ടി ആളുകൾക്ക് ഇങ്ങനെ അല്പാൽപമായി കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ കൊടുത്തു എന്ന് വലിയ പ്രചാരണം നടത്തും. അല്ലെങ്കിൽ സമ്മേളനം നടത്താൻ, നോട്ടീസ് അച്ചടിക്കാൻ, ഇവരുടെ മറ്റ് മിഷനറികൾ നടത്താൻ ഈ സക്കാത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കും. ഞാൻ പറയുന്നു, സക്കാത്ത് സദഖ സംവിധാനത്തിൽ കയറി കൂടിയിട്ടുള്ള ഏറ്റവും വലിയ ബിദ്അത്ത് എന്തെന്ന് ചോദിച്ചാൽ ഈ സംഘടനകൾ ഉണ്ടാക്കിയിട്ടുള്ള സക്കാത്ത് കമ്മിറ്റികളാണെന്ന് നിസ്സംശയം ഞാൻ പറയും. ഒരു സംശയമില്ല. കാരണം ഓരോ മനുഷ്യനും അവനവൻ്റെ സ്വന്തം വകയിലോ അല്ലെങ്കിൽ മഹല്ല് സംവിധാനത്തിലോ ആണിത് നിർവഹിക്കേണ്ടത്. സ്വന്തം കുടുംബത്തിൽ പട്ടിണി കിടക്കുന്നവരും ചോർന്നൊലിക്കുന്ന കൂരയുള്ളവരും രോഗം കൊണ്ട് വലയുന്നവരും പഠിക്കാൻ ശേഷിയില്ലാത്തവരുമായ ആളുകൾ ഉണ്ടായിരിക്കെ അവരെയൊന്നും നോക്കാതെ, അവർക്കൊന്നും കൊടുക്കാതെ, എൻ്റെ സംഘടന പറഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് സംഘടനയുടെ ആലയത്തിലേക്ക്, ഓഫീസിലേക്ക് കൊണ്ടുകൊടുക്കും. തൻ്റെ എളാമ്മയും മൂത്താപ്പയും അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് നേരെ ഇവർ കണ്ണടക്കും. ഇങ്ങനെ സ്വന്തക്കാർക്ക് നേരെ കണ്ണടച്ച് സംഘടനയുടെ ആലയങ്ങളിലേക്ക് കൊണ്ടുകൊടുക്കുന്ന ഏർപ്പാടിൻ്റെ പേരല്ല സദഖ അല്ലെങ്കിൽ സക്കാത്ത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എവിടെ നിന്ന് തുടങ്ങണം? ഖുർആൻ പറയുന്നിടത്തൊക്കെ പറഞ്ഞത് കാണാം, അടുത്ത ബന്ധുക്കളിൽ നിന്നാണ് അത് ആരംഭിക്കേണ്ടത്. നിങ്ങളുടെ കൈകളിൽ കാശുണ്ടോ? സക്കാത്ത് കൊടുക്കാനുള്ള, സദഖ നൽകാനുള്ള കാശുണ്ടോ? എങ്കിൽ അത് ശതമാനമൊന്നും നോക്കണ്ട. നിങ്ങളുടെ അടുത്ത ബന്ധുവിൽ നിന്ന് തുടങ്ങണം. അതെങ്ങനെ തുടങ്ങണം? അവർക്ക് എന്തെങ്കിലും ഒരു റിലീഫ് എന്നുള്ള നിലക്ക് കൊടുക്കുകയല്ല, മറിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിൽ നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ എളാമാക്ക് വീടില്ലേ? എൻ്റെ സക്കാത്തിൻ്റെ പണം കൊണ്ട്, എൻ്റെ സദഖയുടെ പണം കൊണ്ട് ഞാൻ വീട് വെച്ച് തരും. അതൊരു വർഷം കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ 2-ാം വർഷവും 3-ാം വർഷവും 4-ാം വർഷവും അവർക്ക് കൊടുക്കും. എന്നിട്ട് അവരുടെ വീടിൻ്റെ പണി പൂർത്തിയാക്കും. അങ്ങനെ തീരുമാനിക്കണം. ഒരാൾ രക്ഷപ്പെട്ടു. അല്ല, നിങ്ങളുടെ സംഘടനയ്ക്ക് കൊടുത്താൽ എന്താ സംഭവിക്കുക? സംഘടന സമ്മേളനം നടത്തും, അല്ലെങ്കിൽ സംഘടന ഈ പണം 100 ആളുകൾക്ക് വിതരണം ചെയ്യും. എന്നിട്ട് അവരുടെ അഡ്രസ്സ് വർദ്ധിപ്പിക്കും. അവർ അതുകൊണ്ട് മേൽവിലാസം ഉണ്ടാക്കും. ദരിദ്രൻ തന്നെ ഇവിടെ, ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ തന്നെ. ഇങ്ങനെയല്ലല്ലോ വേണ്ടത്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ. അതിനേക്കാൾ നല്ലത് മഹല്ല് സംവിധാനത്തിലാണ്. ഒരു പ്രദേശത്തുകാരുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ മഹല്ലുകൾ സംവിധാനം ഉണ്ടാക്കണം. മഹല്ലുകൾ സംവിധാനം ഉണ്ടാക്കുന്നില്ലെങ്കിൽ സ്വന്തം നിലക്ക് കൊടുക്കണം. സംഘടനയ്ക്ക് കൊടുക്കുന്നത്, എനിക്ക് സംഘടനാ വിരോധം ഏതെങ്കിലും ഉള്ളത് കൊണ്ട് പറയുന്നില്ല. സംഘടനയ്ക്ക് കൊടുത്താൽ സക്കാത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കപ്പെടുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. ഏതൊക്കെയോ ചില സക്കാത്ത് കമ്മിറ്റികൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നുണ്ടാകാം. അപ്പോൾ എല്ലാ സക്കാത്ത് കമ്മിറ്റികളെയും മൗലവി ഇത്തരത്തിൽ സമീകരണം നടത്തിയെന്നൊന്നും ആർക്കും ആക്ഷേപം വേണ്ട. ഏതെങ്കിലും 1-2 സക്കാത്ത് കമ്മിറ്റികൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനീ പറയുന്നതിൽ നിന്ന് മുക്തമാണ്. പക്ഷേ ഏറിയ കൂറും സംഘടനകളുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനും അവരുടെ മിഷനറി ചലിപ്പിക്കുന്നതിനും അവർക്ക് വിലാസമുണ്ടാക്കുന്നതിനും അവർക്ക് പേരുണ്ടാക്കുന്നതിനും വേണ്ടി മാത്രമാണ് സക്കാത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഏത് പേരിലുള്ള സക്കാത്ത് കമ്മിറ്റികളാണെങ്കിലും. അപ്പോൾ ഇത് ഈ മേഖലയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ബിദ്അത്താണ്. ബിദ്അത്തിനെതിരെ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നാട് നീളെ. ഇത് വലിയ ബിദ്അത്താണ്. സമൂഹത്തിൽ എന്തുകൊണ്ട് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഒന്നാമത് ഞാൻ നൽകുന്ന ഉത്തരം സക്കാത്ത് കമ്മിറ്റികൾ ഉണ്ട് എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് കൊടുത്താൽ പറ്റൂല, സംഘടിതമായിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വലിയ വായിൽ പ്രസംഗിക്കുമല്ലോ. എന്നിട്ട് ഈ സംഘടിതമായിട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണമൊന്ന് പറയട്ടെ. എന്താണ് സംഭവിക്കുന്നത്? 1 ലക്ഷം ആവശ്യമുള്ളവന് 5,000 കൊടുക്കും.
എന്താ ജക്കാത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഇഅ്താഉ മാ യംബഗി ലിമാ യംബഗി കമാ യംബഗി. ഇമാം നവവി പറഞ്ഞിരിക്കുന്നു, ആവശ്യമുള്ളവന് ആവശ്യമുള്ളതിൻ്റെ തോതനുസരിച്ച് ആവശ്യമുള്ള സമയത്ത് കൊടുക്കുന്നതിനാണ്, അതിനാണ് സക്കാത്ത് സദഖ എന്ന് പറയുന്നത്. അല്ലാതെ എറിഞ്ഞു കൊടുക്കുന്ന നക്കാപ്പിച്ചയല്ല. 1,00,000 ആവശ്യമുള്ളവന് 1,00,000 കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന സക്കാത്ത് കമ്മിറ്റിക്കാരുണ്ടെങ്കിൽ നല്ലത്. പക്ഷേ അങ്ങനെ കൊടുക്കില്ല. 10 ആൾ അപേക്ഷ തന്നാൽ 10 ആൾക്കും കൊടുത്ത് 10 ആളെയും തൃപ്തിപ്പെടുത്തും, നല്ല പേരുണ്ടാവുള്ളൂ. 10 ആളുടെയും ആവശ്യം അതുപോലെ കിടക്കും. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ സക്കാത്ത് സദഖ നിങ്ങളുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ എൻ്റെ കുറച്ചല്ലേ ഉള്ളൂ, ആയിക്കോട്ടെ, 5 കൊല്ലം ഒരാൾക്ക് തന്നെ കൊടുക്കാൻ തീരുമാനിക്കും, 10 കൊല്ലം ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിക്കും. നിങ്ങളുടെ കയ്യിൽ 50,000 സക്കാത്തിൻ്റെ ഫണ്ടുള്ളത്. 10 കൊല്ലം കൊടുക്കുമ്പോൾ 5 ലക്ഷം ആവില്ലേ? ചിലപ്പോൾ അടുത്ത വർഷം കൂടിയെന്ന് വരാമല്ലോ. ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ഏറ്റെടുക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ കൂടി അതിൽ സഹകരിപ്പിക്കുക. എന്നിട്ട് ഒരാളുടെ പ്രശ്നം തീർത്തു കൊടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. പ്രശ്നം തീരണം. അയാൾ അടുത്ത വർഷം മുതൽ സക്കാത്തിൻ്റെ സദഖയുടെ അവകാശിയായിരിക്കരുത്. ആ രീതിയിലാണ് കാര്യങ്ങളെ കാണേണ്ടത്. അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. എന്നിട്ട് 2.5% പിടിക്കണ്ട. അത് 5 ആകാം, 10 ആകാം, 15 ആകാം, 20 ആകാം. നിങ്ങൾക്ക് കഴിവുള്ളത് കഴിയുന്ന രീതിയിൽ കൊടുക്കണം. എത്ര ഉണ്ടെങ്കിലാണ് കൊടുക്കേണ്ടത്? ഇതൊരു പ്രശ്നമാണ്. 10.5 പവൻ എന്നൊക്കെയാണ് ഫിഖ് പറയുന്നത്. ഖുർആൻ വിരുദ്ധമാണത്. യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുലിൽ അഫ്വ. ഖുർആൻ പറയുന്നു, എന്താണ് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ പറയണം, ഔദാര്യപൂർവ്വം നിങ്ങൾ കൊടുക്കുന്നതെന്തും. ഔദാര്യം എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച മനസ്ഥിതിയോടെ കൊടുക്കുന്നതെന്തും, അല്ലെങ്കിൽ അതിന് പാരമ്പര്യ അർത്ഥം പറഞ്ഞാൽ മിച്ചം ഉള്ളതെന്തും. 10 പവൻ എന്നൊക്കെ കണക്ക് ആരുണ്ടാക്കി? 10 പവൻ എന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപയാണ്, 5.5 ലക്ഷം രൂപയാണ്. അത്ര ഉണ്ടെങ്കിലേ കൊടുക്കേണ്ടതുള്ളൂ. അല്ല, നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കീശയിൽ 100 രൂപ ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ആരാ പറഞ്ഞത്? ഈ കടക്കാർ പറഞ്ഞോ? ജനങ്ങളുടെ അവകാശങ്ങൾ നൽകാതെ ഊരിപ്പോരാൻ എന്തുണ്ട് മാർഗമെന്നാണ് പരിശോധിക്കുന്നത്. നിസ്കാരത്തെക്കുറിച്ച് വലിയ വായിനി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ സക്കാത്തിൻ്റെ കാര്യം വരുമ്പോൾ പറയും, അത് 10 പവൻ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, അതും ധരിക്കുന്ന ആഭരണങ്ങൾക്ക് കൊടുക്കേണ്ടതില്ല. എങ്ങനെ പറഞ്ഞ് സുഖിപ്പിക്കും? മുതലാളിമാരെ സുഖിപ്പിക്കലാണല്ലോ പൗരോഹിത്യം. അതാണല്ലോ പൗരോഹിത്യത്തിൻ്റെ ധർമ്മം. നിങ്ങളുടെയും നിങ്ങളെ ആശ്രയിക്കുന്നവരുടെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങളും ചെലവും കഴിച്ച് 100 രൂപ മിച്ചമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം, സദക്ക നൽകണം. കാരണം മിച്ചമുള്ളതാണ് അള്ളാഹു ചോദിക്കുന്നത്. അത് കൊടുക്കണം. അത് ഈ രീതിയിൽ കൊടുക്കണം. എന്നിട്ട് ദാരിദ്ര്യമില്ലാതാക്കണം, ഇല്ലായ്മ ചെയ്യണം. അവിടെ മതമോ ജാതിയോ, നിങ്ങളുടെ അയൽപ്പക്കത്ത് ഒരു ഹിന്ദു കുടുംബമുണ്ട്. അവിടെ ഒരു കുട്ടിയുണ്ട്, പഠിക്കാൻ ഫീസ് അടക്കാൻ കാശില്ലാതെ വിഷമിക്കുന്നു. നിങ്ങളുടെ സക്കാത്ത് ഫണ്ട് കൊണ്ട് ആ കുട്ടിയുടെ ഫീസ് അടക്കണം. ഹിന്ദുവാണോ, മുസ്ലിമാണോ, ക്രിസ്ത്യാനിയാണോ, മതമുള്ളവനാണോ, മതമില്ലാത്തവനാണോ, കമ്മ്യൂണിസ്റ്റുകാരനാണോ, ഇതൊന്നും അള്ളാഹു പരിഗണിച്ചിട്ടില്ല. അള്ളാഹു പറയുന്നത് ആവശ്യക്കാരനാണോ, മനുഷ്യനായിട്ടുള്ളവനാണോ? ഇതാണ്. ആര് പറഞ്ഞു നിങ്ങളുടെ മതം നോക്കാൻ? ഖുർആനിൽ എവിടെയാണ് മതം നോക്കിയിട്ട് സക്കാത്ത് നൽകണം, സദക്ക നൽകണം എന്ന് പറഞ്ഞിട്ടുള്ളത്? ആവശ്യക്കാരനാണോ എന്ന് മാത്രം നോക്കേണ്ടത്. നിങ്ങളുടെ അയൽവാസിയാണോ, നിങ്ങൾക്കറിയാവുന്ന ആളാണോ, അദ്ദേഹം ആവശ്യക്കാരനാണോ എങ്കിൽ കൊടുക്കണം. ആ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവേറ്റെടുക്കണം. ഈ രീതിയിൽ മിച്ചമുള്ള കാശിൻ്റെ അല്ലെങ്കിൽ മിച്ചമുള്ള സ്വത്ത് സക്കാത്ത് നൽകണം. അത് വിളവെടുക്കുമ്പോഴാണ് നൽകേണ്ടത്. കൊല്ലം പൂർത്തിയാവുക, ഇതും മറ്റൊരു വിഷയമാണ്. ഒരു കൊല്ലം പൂർത്തിയായാൽ അല്ല, എപ്പോഴാണോ നിങ്ങളുടെ കൈകളിലേക്ക് വരുമാനം വരുന്നത്, വരുമാനം വരുമ്പോൾ കൊടുത്തേക്കണം. ശമ്പളം വാങ്ങുമ്പോൾ കൊടുക്കണം, വാടക കിട്ടുമ്പോൾ കൊടുക്കണം. വാത്തു ഹഖഹു യൗമ ഹസാദിഹി. അത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമല്ല, എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ വിളവായി വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ വരുമാനമായി വരുന്നത് വരുമ്പോൾ കൊടുക്കണം. ഭൂമി ഏറ്റു, അപ്പോൾ അതിൻ്റെ വരുമാനത്തിന് കൊടുക്കണം. എന്താണോ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത്, വാടക വാങ്ങി കൊടുക്കണം, കൃഷി ചെയ്ത് കൊടുക്കണം. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ ഡെപ്പോസിറ്റ് ഉണ്ട് എങ്കിൽ അതിനൊരു വർഷം പൂർത്തിയാകുമ്പോൾ കൊടുക്കണം. അത് അവിടെ മാത്രമേ ഒരു വർഷം പൂർത്തിയാകുന്നുള്ളൂ. ഡെപ്പോസിറ്റ് ഉണ്ട്, ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കൊടുക്കണം. ആഭരണമുണ്ട്, അതൊരു വർഷം പൂർത്തിയാകുമ്പോൾ കൊടുക്കണം. കച്ചവടമുണ്ട്, ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കൊടുക്കണം. കച്ചവടത്തിൻ്റെ സക്കാത്തിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് പറയാം. കച്ചവടക്കാരെ ഇത്രമാത്രം കൊള്ള ചെയ്യുന്ന, കച്ചവടം തന്നെ സ്വയം ഒരു സദഖയായിട്ട് സമൂഹത്തിൽ വർത്തിക്കുന്നുണ്ട്. ഈ സമൂഹത്തിലെ എക്കണോമിക് സിസ്റ്റത്തെ താങ്ങി നിർത്തുന്നത് അവരാണ്. എന്നിട്ട് അവരെ ചൂഷണം ചെയ്യുന്ന, ഇവിടെയുള്ള മറ്റുള്ള എല്ലാവരോടും പുലർത്തുന്ന സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി ക്രൂരമായ അനീതിപരമായ സമീപനം തുടരുന്ന ഒരു സംവിധാനമാണ് ഇസ്ലാമിക ഫിഖ്ഹിൽ നിലവിലുള്ളത്. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച പറയേണ്ടതുണ്ട്. ഏതായാലും സദഖ സക്കാത്ത് സംവിധാനം അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ളതാണ്. അത് നോട്ടീസ് അടിക്കാനുള്ളതല്ല, സമ്മേളനം നടത്താനുള്ളതല്ല, സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താനുള്ളതല്ല, സംഘടനയ്ക്ക് പേരുണ്ടാക്കാനുള്ളതല്ല.
അത് സക്കാത്ത് കമ്മിറ്റികൾക്ക് കൊടുക്കാനുള്ളതുമല്ല. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ അയൽപ്പക്കത്ത്, നിങ്ങളുടെ പ്രദേശത്ത് ദാരിദ്ര്യമില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനമാണത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈൻ മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുർസലീൻ മുറാദിൽ മുസ്താഖീന മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബിനി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അല്ലദീന ജാഹദൂ ബി അംവാലിഹിം ഫീ സബീലില്ലാഹ് വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ. സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. റമദാൻ മാസമാകുമ്പോൾ നമ്മുടെ വീടുകളിലൂടെയൊക്കെ ഒരുപാട് പാവപ്പെട്ടവരുമല്ലാത്തവരുമായ ഈ ഭിക്ഷാടകരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവരിൽ ആവശ്യക്കാരുണ്ടാകും, പ്രൊഫഷണൽ യാചകരുണ്ടാകും, റമദാൻ സ്പെഷ്യൽ യാചകരുണ്ടാകും, യാചന മാഫിയയുടെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ടാകും. റമദാൻ മാസമാകുമ്പോൾ മുസ്ലിങ്ങളൊക്കെ വലിയ ഉദാര മനസ്സുള്ളവരാണ്, അതുകൊണ്ട് വല്ലതും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് വരുന്നത്. തീർച്ചയായിട്ടും ഉദാരത എന്നുള്ളത് നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു സംഗതി, യാചകരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നായിട്ട് സക്കാത്ത് സദഖ സംവിധാനം മാറുന്നുവെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. യാചന ഇല്ലാതാക്കാനും ദാരിദ്ര്യമില്ലാതാക്കാനും ജനങ്ങൾക്ക് സുഭിക്ഷമായ സമൃദ്ധമായ ഒരു ജീവിതം സംവിധാനിക്കാനും വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയ ഒരു ഏർപ്പാട്, ആ ഏർപ്പാട് യാചകരെ സൃഷ്ടിക്കുന്ന ഒരു ഏർപ്പാടായി മാറുമ്പോൾ അതിന് ഉദാരതയുടെ പേര് പറഞ്ഞ് കൂട്ടുനിൽക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് നമ്മൾ ആലോചിക്കണം. ഏതൊരു കാര്യവും അതെന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലേക്ക് വരുന്ന ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആവശ്യക്കാരാണെങ്കിൽ അവരുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവരുടെ വീടും വിലാസവും പേരും ഒക്കെ വാങ്ങിയിട്ട് പറ്റുമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ മഹലിനെ അറിയിക്കാം, അല്ലെങ്കിൽ അവരുടെ പള്ളി കമ്മിറ്റി, അമ്പല കമ്മിറ്റിയെ നമുക്ക് അറിയിക്കാം. അവരെ മുഖാന്തരം നമുക്ക് ചെയ്യാം. ചർച്ച ഉണ്ടെങ്കിൽ ചർച്ച് കമ്മിറ്റി അറിയിക്കാം. ഇതൊന്നും അല്ലാതെ സലാമു അലൈക്കും നീട്ടി വലിച്ചും സലാം ചൊല്ലി വരുന്ന ആളുകളെ മുഴുവനും ചോദിച്ചു വരുന്നവരെ മടക്കരുത് എന്നുള്ള ഒരൊറ്റ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കണം എന്ന് പറയുന്നത് വിഡ്ഢിത്തത്തിൽ കവിഞ്ഞ ഒന്നുമല്ല. ഉദാരത നല്ലതാണ്, എല്ലാവരെയും പരിഗണിക്കുകയും വേണം. പക്ഷേ വിഡ്ഢികളാകരുത്, പറ്റിക്കരുത് എന്നതുപോലെ നിർബന്ധമാണ് പറ്റിക്കപ്പെടരുത് എന്നുള്ളത്. ആരെയും വഞ്ചിക്കരുത്, വഞ്ചിക്കാൻ സ്വയം നിന്ന് കൊടുക്കുകയും ചെയ്യരുത്. ആർക്കെങ്കിലും വഞ്ചിക്കാറുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് പോകുന്നുള്ളൂ എന്നുള്ള മട്ടിൽ നിൽക്കരുത്. അപ്പോൾ റമദാനിൽ ഇത്തരത്തിലുള്ളൊരു യാചന മാസമായി, ഭിക്ഷാടനത്തിൻ്റെ മാസമായി മാറ്റുന്നതിൽ വരുന്നവർ മാത്രമല്ല, അതിനെ ട്രീറ്റ് ചെയ്യുന്ന ആളുകൾക്കും ചില പങ്കുണ്ട് എന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.